ഹായ് ഓൾ, അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വബറകാതുഹു. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മളിതേ രാവിലെ ഇന്ന് വ്ളോഗ് എടുക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ ഒരു റെസിപ്പി ഉണ്ട്, പൊടി ഇഡ്ഡലിയാണ് കേട്ടോ. ഒന്ന് രാവിലെ നമ്മൾ മക്കൾക്ക് സ്കൂൾക്ക് കൊടുത്തയക്കാനും നമുക്ക് കഴിക്കാനും വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നത് പൊടി ഇഡ്ഡലിയാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പിയും കൂടെ കാണിക്കുന്നുണ്ട്. നമ്മുടെ ചാനലിൽ ആരെങ്കിലും പുതിയതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടെ തന്നെ ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ കിട്ടും കേട്ടോ. നമ്മൾ വീക്കിലി ഒരു 2 മാക്സിമം പോയാൽ ഒരു 3 വീഡിയോ അങ്ങനെയാണ് കേട്ടോ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഞാൻ പൊടി ഇഡ്ഡലിക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെറിയ ഇഡ്ഡലി പാത്രമില്ലേ, അതാണ് കേട്ടോ വേണ്ടത്. ഞാനൊരു ഇഡ്ഡലി പാത്രം വെച്ച് അത് പൊട്ടിത്തെറിച്ചു കേട്ടോ. ഞാൻ വെള്ളം അപ്പുറത്ത് എടുക്കാൻ വേണ്ടി പോകുമ്പോഴേക്കും അങ്ങനെ സംഭവിച്ചു. പിന്നെ ഇതിന് നമ്മൾ ഇഡ്ഡലി പാത്രത്തിലേക്ക് തടവി കൊടുക്കേണ്ടത് നെയ്യാണ്, എങ്കിലാണ് ആ ഒരു ടേസ്റ്റ് വരുള്ളൂ. ഞാനിത് വന്നിട്ട് കോയമ്പത്തൂർ ബ്രൂക്ക് ഫീൽഡിൽ പോയപ്പോൾ അവിടെ നിന്ന് ഒരു ഹോട്ടലിൽ കഴിച്ചതാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ്. നമുക്കിതിന് ചമ്മന്തിയോ മറ്റോ ഒന്നും ആവശ്യമില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ റെസിപ്പിയാണ് നമ്മൾ കാണിക്കുന്നത്. പിന്നെ വീഡിയോ ഇഷ്ടമായാലും എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യണേ. ലൈക്ക് ചെയ്യാൻ മറന്നു പോകാറുണ്ട്, കുറച്ച് പേര് പറയാറുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത് ഒന്ന് ലൈക്ക് ചെയ്തേക്കണം കേട്ടോ. പിന്നെ അതുപോലെ എനിക്ക് അറിയാവുന്ന 1-2 പേർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്തും കൂടെ കൊടുക്കുക. പിന്നെ പ്രത്യേകിച്ച് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ എന്തായാലും എന്തെങ്കിലും ഒരു ഇമോജി ആയിട്ടെങ്കിലും ഒന്ന് കമൻ്റായിട്ട് ചെയ്യാം കേട്ടോ. നമ്മുടെ മറ്റേ പാത്രം താഴെ പൊട്ടിപ്പോയി. ഞാൻ ഓൾറെഡി പൊട്ടിയതാണോ, ഇനിയിപ്പോൾ ഞാൻ വെള്ളം ഒഴിക്കാതെ അങ്ങനെ വെച്ചതുകൊണ്ട് അങ്ങനെ ആയതാണോ എന്ന് അറിയില്ല. പെട്ടെന്നാവാനും വേണ്ടിയിട്ട് വെള്ളം നേരത്തെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടൊന്ന് ഒഴിക്കുമ്പോഴേക്കും സംഭവം പൊട്ടിപ്പോയി. അപ്പോൾ ഞാൻ വേറൊരു നീളത്തിലുള്ളൊരു പാത്രം എടുത്തിട്ട് അതിലാണ് ഇഡലീൻ്റെ ഇത് വെച്ച് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു 3 സവാള എടുത്തിട്ടുണ്ട്. അതിലൊരു സവാള കേടായിപ്പോയി, അതുകൊണ്ട് ഞാൻ 2 സവാളയ്ക്കുള്ളതാണ് കേട്ടോ കാണിക്കുന്നത്. തൽക്കാലം ഞാൻ ഒരു ട്രിപ്പ് മാത്രം ഇട്ടിട്ടാണ് ഉണ്ടാക്കി കാണിക്കുന്നുള്ളൂ. ഫുള്ളായിട്ട് കാണിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഫുള്ളായിട്ട് കാണിക്കാനുള്ള ടൈം എനിക്ക് ഉണ്ടാവില്ല കേട്ടോ. അതുകൊണ്ട് നമ്മൾ ചെറിയൊരു ക്വാണ്ടിറ്റിയാണ് ഇപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ 2 സവാളയാണ് ഞാനിതിലേക്ക് എടുത്തിട്ടുള്ളത്. അത് കുഞ്ഞതാക്കിയിട്ട് ഇതുപോലെ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോഴേക്കും നമ്മുടെ ഇഡലി നല്ല സോഫ്റ്റായിട്ട് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കണം. ഇതിലേക്ക് ഈ ചൂടോട് നമ്മൾ നെയ്യ് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ചെറിയ ഡ്രോപ്സ് പോലെ നെയ്യ് ഒഴിച്ചു കൊടുത്താൽ ഇതിൻ്റെ മെയിൻ ടേസ്റ്റ് തന്നെ ആ ഒരു നെയ്യിൻ്റെ ആ ഒരു മണമൊക്കെയാണ്. ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു പാനിലേക്ക് ഒരു 2 സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കടുക്, ജീരകം ഇതിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊട്ടി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇന്ന് എനിക്ക് ലേറ്റ് ആയതുകൊണ്ട് ഞാൻ ഒക്കെ സ്പീഡായിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. ഇനിയിപ്പോൾ അതേ നമ്മുടെ ഇഡലി നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് നമുക്കിതിന്ന് വേർപെടുത്തിയെടുക്കുക. കുറച്ചൊന്ന് ആറിയതിന് ശേഷം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഷേപ്പ് ഭംഗിയായിട്ട് കിട്ടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ പൊട്ടിയിട്ട് മൊത്തം ആകെ നാശമായി പോകും കേട്ടോ. ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലിയാണ്. ഇതിന് കുറച്ചും കൂടെ നമുക്ക് ടേസ്റ്റി ആയിട്ടുണ്ടാവാം. നമ്മുടെ മിനി ഇഡ്ഡലി ചെറുതായിട്ടൊന്ന് ആറിപ്പോയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുന്നതുകൊണ്ട് അപ്പുറത്ത് അത് ചെയ്യുമ്പോൾ ഇത് ചെയ്യുമ്പോൾ മൊത്തത്തിൽ അങ്ങനെ ആയിപ്പോവും. അപ്പോൾ ഞാൻ കുറച്ച് നെയ്യൊന്ന് ചൂടാക്കിയതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനിയാണ് ഇതിൻ്റെ ഈ റെസിപ്പിയിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഈ ഒരു പൊടി, അതായത് ഇഡലിപ്പൊടി ഉണ്ടാവില്ലേ, അതാണ്. പക്ഷെ ഞാൻ ഉദ്ദേശിച്ച കളർ ഇഡലിപ്പൊടിക്ക് ഇല്ല കേട്ടോ, അതുകൊണ്ട് ശരിക്കും അറിയുന്നില്ല. ആ ഇഡലിപ്പൊടി അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വിതറി കൊടുക്കുക കേട്ടോ. നന്നായിട്ട് അതിലൊന്ന് കോട്ടായി പിടിക്കണം. അതിനുശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കുന്ന ആ ഒരു മസാലയില്ലേ, അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ ഞാൻ കുറച്ച് കശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. ആവശ്യത്തിന് കുറച്ച് കറിവേപ്പില നേരത്തെ ഇടേണ്ടായിരുന്നു, മറന്നുപോയി, അതുകൊണ്ട് ഇപ്പം ഇട്ടത് കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ പൊടി വിതറി വെച്ച ഇഡലിയിൽ അതെല്ലാം കൂടി ഇതിലേക്ക് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കി ആ മസാലയൊക്കെ ഇതിൽ പിടിക്കുന്ന പോലെ ആക്കിയെടുക്കുക. അതിനുശേഷം നമ്മൾ വീണ്ടും ഇഡലിപ്പൊടി നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാനും വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കും കേട്ടോ. അതല്ലെങ്കിൽ നമ്മൾ ഇടുന്ന എണ്ണയിൽ, ആ എണ്ണയിലേക്ക് ഇഡലിപ്പൊടി ചിലർ വിതറി കൊടുക്കാറുണ്ട്. നമ്മൾ പല ടൈപ്പിൽ ചെയ്യും. ഞാൻ ഇതിൻ്റെ വേറെ നല്ലൊരു പെർഫെക്ഷൻ ആയിട്ടുള്ള ഒരു റെസിപ്പി പിന്നീട് ഞാനത് പെട്ടെന്ന് രാവിലെ ആയതുകൊണ്ട് എനിക്ക് ആ ഒരു ഇഡലിപ്പൊടീൻ്റെ കളറും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് അത്രയ്ക്ക് സാറ്റിസ്ഫൈ
സാറ്റിസ്ഫൈഡ് ആയിട്ടില്ല. എങ്കിലും ജസ്റ്റ് നിങ്ങൾക്ക് ഇന്നത്തെ ഒരു ഇതിൽ കാണിക്കാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. ഇതിൽ നമ്മുടെ മസാല കുറച്ചൊന്ന് ഡ്രൈ ആയിട്ടുണ്ട്. കുറച്ചും കൂടെ ഒരു ക്രീമി പോലെ, ഒരുപാട് ക്രീമി അല്ല, ആ ഒരു ടെക്സ്ചർ വന്നു കഴിഞ്ഞാൽ ഭയങ്കര കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും. അത് ഞാൻ മറ്റൊരു വീഡിയോയിൽ ഇൻഷാല്ല ഇനി ഉണ്ടാക്കുമ്പോൾ കാണിച്ചു തരാം. അങ്ങനെ ദേ മക്കൾ സ്കൂളിലേക്ക് റെഡി ആയിട്ട് പോവാണ് കേട്ടോ. അയച്ചു ടാറ്റ. അസ്സലാമു അലൈക്കും. അല്ലോ എൻ്റെ അമ്മ എപ്പോഴും പറയാറുണ്ട് എണീറ്റ് ഉടനെ തന്നെ ബെഡൊക്കെ കുടഞ്ഞ് ഒക്കെ വിരിച്ച് വയ്ക്കുക, അപ്പോൾ പണി ഈസി ആയിരിക്കും എന്നുള്ളത്. പറയുന്നവർക്ക് ഭയങ്കര ഈസി ആയിരിക്കും. എനിക്കത് പോസിബിൾ ആവില്ല. കാരണം ഞാൻ എണീറ്റ് വരുന്ന സമയത്ത് എല്ലാവരും കിടക്കിയിരിക്കും, പെക്കാണെങ്കിലും അല്ലെങ്കിൽ കുട്ടികളാണെങ്കിലും. അപ്പോൾ പിന്നെ അവരെ വലിച്ചിട്ടിട്ട് നമുക്ക് മടക്കി വെക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഇവരൊക്കെ പോയതിന് ശേഷം വന്നിട്ട് ബെഡൊക്കെ കുടഞ്ഞ് ഒക്കെ ഒന്ന് വിരിച്ച് വയ്ക്കലാണ് കേട്ടോ സാധാരണ. ഇനിയിപ്പോൾ ഇവിടെയുള്ള അലങ്കോലമായിട്ട് അവിടെ ഓരോ സാധനങ്ങളുണ്ടാവും, അതൊക്കെ ഒന്ന് പെറുക്കി അടുക്കി മാറ്റിയേക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ കിഡ്സ് ബെഡ്റൂമിൻ്റെ മറ്റൊരു ബെഡ്റൂം ചെറുതായിട്ടൊന്ന് ഞാൻ കാണിക്കുന്നുണ്ട്. അവിടെ ഇന്ന് ഫുള്ളായിട്ട്, അതായത് ഇന്ന് രാവിലെ തുടങ്ങി ഒരു 4 മണി വരെ കണ്ടിന്യൂസ് ആയിട്ട് പണിയായിരുന്നു കേട്ടോ. ഒന്ന് ഇരിക്കാനും നിൽക്കാനും പോലും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. റൂമിലത്തെ ഇതൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ തലേ ദിവസം നമ്മുടെ കുട്ടികളുടെ ബെഡൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കുറേ ദിവസമായിട്ട് 2 മാസത്തോളമായിട്ട് ഓർഡർ കൊടുത്തിട്ട് കിട്ടാത്ത സാധനമാണ്. എവിടെ ഓർഡർ കൊടുത്തതെന്ന് വെച്ചാൽ നമ്മുടെ സ്വന്തം ഇക്കാൻ്റെ അടുത്ത്, എൻ്റെ സ്വന്തം ഭർത്താവിൻ്റെ അടുത്ത് ഓർഡർ കൊടുത്തിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പുറത്തുള്ളവർക്ക് ഓർഡർ കൊടുത്താൽ പെട്ടെന്ന് കൊടുക്കും, എനിക്കാവുമ്പോൾ ലേറ്റ് ആവും. അപ്പോൾ അങ്ങനെ നമ്മുടെ സ്വന്തം ബെഡാണ് കേട്ടോ, സിംഗിൾ ബെഡാണ്. നല്ല അടിപൊളി ഫുൾ ഫോമിൻ്റെ ബെഡാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. നല്ല ബെഡാണ്, കുഴപ്പമില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇക്കാനെ കോൺടാക്ട് ചെയ്തോ കേട്ടോ. ബെഡ് അയച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഷോപ്പിൽ നിന്ന്. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഇപ്പുറത്തെ ഈ ഒരു ഷെൽഫ് വെച്ചിട്ടുണ്ട്. ഞാൻ ആക്ച്വലി ഇതൊരു ബുക്ക് ഷെൽഫ് ആക്കിയിട്ട് കുട്ടികൾക്ക് ആ ഒരു റീഡിങ് സ്കില്ലൊക്കെ ഒന്ന് കൂട്ടിയെടുക്കുക, ബുക്ക് ഷെൽഫ് ആക്കാമെന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചതായിരുന്നു. അവിടെ ബുക്കിനൊഴികെ ബാക്കി എല്ലാ സകലകുലാവി അലവലാവി സാധനങ്ങളും വെച്ചിട്ടുണ്ട്. ഇൻഷാല്ല ഇനിയൊക്കെ ഓരോന്നായിട്ട് മാറ്റി വെക്കണം. അപ്സ്റ്റെയറിൽ കുറേ ഞാൻ രണക്കുട്ടി ചെറുതാവുമ്പോൾ തന്നെ കുറേ ബുക്സൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഉണ്ട്, അതൊക്കെ എടുത്ത് വെക്കണം. ഇത് വന്നിട്ട് അയക്കേണ്ട ഒരു ബോക്സാണ്. ഈ കുട്ടികളുടെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഇതുപോലെ ഇട്ട് വയ്ക്കാൻ നല്ലതാണ് കേട്ടോ. ഇനിയിപ്പോൾ അടുത്തായിട്ട് ഞാൻ കിച്ചണിലേക്ക് നേരെ പോയിട്ടുണ്ട്. കുറച്ച് വെള്ളം ചൂടാക്കി വെക്കാമെന്ന് വിചാരിച്ചു. വെള്ളം എപ്പോഴും നമ്മൾ ചൂടാക്കി വെക്കും, അതിപ്പോൾ തണുത്ത് കഴിയുമല്ലോ. അപ്പോൾ ഇതുപോലെ കെറ്റിലാക്കി വെക്കും. ഞാനിത് വന്നിട്ട് അഗാരോൻ്റെ ഓൺലൈനിൽ നിന്ന് ആമസോണിൽ വാങ്ങിച്ചാണ്. നല്ല അടിപൊളി കെറ്റിലാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായൊരു സംഭവമാണ്. പെട്ടെന്ന് നമുക്ക് വെള്ളം ചൂടാക്കി കിട്ടും. അതുപോലെ ടെമ്പറേച്ചറിൻ്റെ ഇതൊക്കെ നമുക്കിതിൽ കാണാനും പറ്റും. ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആവുകയും ചെയ്യും കേട്ടോ. ഇത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എവിടെ വാങ്ങിച്ചെന്നൊക്കെ. നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റിൻ്റെ ഒക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും, കയറി ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ ഈ ബോക്സിനെ കുറിച്ച് പറഞ്ഞത് ശരിക്കും പറഞ്ഞില്ല, അതുകൊണ്ട് ഒന്നും കൂടെ പറയാണ്. ഇത് വന്നിട്ട് മൾട്ടി കളറിൽ വരുന്നുണ്ട്, 3 കളറിൽ വരുന്നുണ്ട്, പിന്നെ വൈറ്റ് കളറിലും വരുന്നുണ്ട്. അപ്പോൾ ഞാനെല്ലാം ഇപ്രാവശ്യം രണ്ടാമത്തെ പ്രാവശ്യം പോയ സമയത്ത് കുറേ ഐറ്റംസ് ഇതുപോലെ ഒന്നും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. നമുക്ക് ഒരിക്കൽ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെയാണ് തോന്നുന്നത് ഇത് അവിടെ വേണം ഇവിടെ വേണം എന്നൊക്കെ തോന്നുമല്ലോ. അങ്ങനെ 2ാം പ്രാവശ്യം പോയപ്പോൾ വാങ്ങി വെച്ചൊരു സംഭവമാണ് കേട്ടോ. ഷോപ്പിൽ ഇല്ല, ഷോപ്പിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ കുട്ടികൾക്ക് യൂസ് ചെയ്യുന്നില്ല, കിഡ്സിൻ്റെ പ്ലേറ്റ് അങ്ങനത്തെ സംഭവമൊക്കെ നമ്മുടെ ഷോപ്പിൽ ഇപ്പോൾ ഓൺലൈനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. അയക്കേണ്ട ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോ. ഇനിയിപ്പോൾ കുറച്ച് തുണികളൊക്കെ മടക്കി വെച്ചു. നോക്കിയ സമയത്ത് അത് കുറച്ച് നനവുണ്ടായിരുന്നു. പിന്നെ അത് ഞാൻ മാറ്റി വെച്ചിട്ടോ, കൊണ്ടുപോയിട്ട് ഉണക്കാനിടാനും വേണ്ടിയിട്ട്. അപ്പോൾ അതേ ഈ ഒരു കട്ടിലാണ് നമ്മൾ ഷോപ്പിൽ നിന്ന് സെയിൽ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നേരത്തെ ഇത് നമ്മൾ പണിയിപ്പിച്ചതാണ് കേട്ടോ. അപ്പോൾ കട്ടിൽ ബെഡ് ഒക്കെ നമ്മുടെ ഓൺ പ്രൊഡക്റ്റ് തന്നെയാണ്. അതിൽ വന്നിട്ട് നമ്മൾ ഓഫ് വൈറ്റ് പെയിൻ്റൊക്കെ ചെയ്തിട്ട് അങ്ങനെ ചെയ്തൊരു സംഭവമാണ്. പിന്നെ ബെഡും ഒക്കെ വന്നപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് കിഡ്സിൻ്റെ ബെഡ്ഷീറ്റ് എടുക്കണം എന്നുണ്ട്. ഇൻഷാല്ല ഏതെങ്കിലും നല്ല ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ടെങ്കിൽ അതിൽ നോക്കിയിട്ട് എടുത്ത് വിരിക്കണം. അടുത്ത പരിപാടി എന്ന് പറയുമ്പോൾ ഞാനൊന്ന് എയർ ഫ്രഷ്നർ ഓൺ ആക്കി ഇട്ടിട്ടുണ്ട്. അതിന് ശേഷം നമ്മുടെ ബെഡ്റൂമൊക്കെ ഒന്ന് അടിച്ചുവാരി വൃത്തിയാക്കി വെച്ചിട്ട് അതിന് ശേഷം കിഡ്സ് ബെഡ്റൂമിലേക്ക് പോകാമെന്ന് കരുതി കേട്ടോ.
അടിച്ചുവാരി കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഓർമ്മ വന്നത്, നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഈ ഒരു ചൂല് കാണിക്കുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ചൂല് വന്നിട്ട് നല്ല സംഭവമാണ്, അടിപൊളിയാണ്. ഇങ്ങനെ വീതിയിലുള്ളതുകൊണ്ട് തന്നെ നമുക്ക് അടിച്ചു വരുമ്പോൾ ഒരുപാട് സ്പേസ് പെട്ടെന്ന് നമുക്ക് അടിച്ചു വരാൻ പറ്റും. ആദ്യമൊക്കെ ഭയങ്കര വെയിറ്റ് ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ അതിൻ്റെ മൊത്തത്തിൽ അതിൻ്റെ എല്ലാ പരിപ്പും നമ്മൾ എടുത്തത് കൊണ്ട് കുറച്ച് വെയിറ്റ് കുറഞ്ഞിരിക്കുകയാണ്. സംഭവം അടിപൊളിയാണ് കേട്ടോ. ഇത് അടുത്തുനിന്ന് ഒരു ഷോപ്പിൽ നിന്ന് അപ്പുറത്തെ വീട്ടിലെ ഹെൽപ്പിന് പോകുന്ന ഇത്താത്താനത്ത് പറഞ്ഞിട്ട് ഞാൻ വാങ്ങിച്ചു വെച്ചതാണ്. അപ്പോൾ ഇതാണ് ഇതേ നമ്മുടെ ബെഡ്റൂമിൻ്റെ മൊത്തത്തിലുള്ളൊരു ലുക്ക് കേട്ടോ. ഈ പെയിൻറ്റിങ്ങിൻ്റെ ഡിസൈനൊക്കെ കുറേ കാലമായിട്ട് ഇങ്ങനെ ആഗ്രഹിച്ചിരുന്നിട്ട് നമ്മുടെ പെയിൻറ്ററൊക്കെ ഇതുപോലെ കാണിച്ചു കൊടുത്തിട്ട് വരപ്പിച്ചതാണ്. എന്നിട്ട് അതിന് ശേഷം ഒരു 3 കളറിൽ നമ്മൾ പെയിൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു 3 ഷെയ്ഡാണ് ഈ റൂമിൽ വരുന്നത്. ഇതുപോലെ ഇനിയും ശരിക്കും പറഞ്ഞാൽ കുറേ പണികളുണ്ട്. ഒരു കുഞ്ഞ് ഇതുപോലെ പൂ പോലെയുള്ള ലൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇലക്ട്രിക് പണികൾ ഒരുപാട് പൈസ ചിലവാക്കിയിട്ടും ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇനിയും കുറേ പെൻഡിങ്ങിലുണ്ട്. ഡെയിലി നല്ലൊരു ശതമാനം കൂലിയാണ് കൊടുത്തത്, എങ്കിലും ഇനിയും പണി കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതും കൂടെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ബെഡ്റൂം കാണിച്ചു തരാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഇനിയും നീട്ടിക്കൊണ്ട് പോയാൽ എത്ര കാലം കൊണ്ടുപോകുമെന്ന് അറിയില്ല. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് അങ്ങനെ കാണിച്ചു തന്നാണ്. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ആ ഒരു ഷെൽഫ് വെച്ച ഭാഗത്ത് ഹയാങ്കുട്ടൻ്റെ ടേബിൾ വരുന്നുണ്ട്. പക്ഷേ ടേബിളിൻ്റെ കാല് നമുക്ക് കിട്ടിയില്ല കേട്ടോ. ടേബിളിൻ്റെ ടോപ്പ് മാത്രമേ കിട്ടിയുള്ളൂ. അതുകൊണ്ട് അത് അങ്ങനെ പെൻഡിങ്ങിൽ നിൽക്കുകയാണ്. അവർ തരാത്തതാണോ, നമ്മൾ മറന്നതല്ല, അവർ ആ സെറ്റിൽ ഫുള്ള് ഉണ്ടാവുമെന്ന് പറഞ്ഞതായിരുന്നു. ഐക്കിൽ നിന്ന് വാങ്ങിച്ച ടേബിൾ തന്നെയാണ്. അപ്പോൾ അതിനിപ്പോൾ പൈസ പോയെന്ന് തോന്നുന്നു. എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. ദൂരം ആയതുകൊണ്ട് നമുക്ക് പോകാനും പറ്റൂലല്ലോ. ഇനിയിപ്പോൾ അടുത്ത് ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു ബോക്സ് വന്നിട്ട് വൈറ്റ് കളർ മുമ്പ് ഒരു 2 സെറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു സെറ്റ് 1 2 ആണെന്ന് തോന്നുന്നു എടുത്തിട്ടുണ്ടായിരുന്നു. ഇതുപോലെയാണ് വരിക. ഒരു സെറ്റിൽ 3 എണ്ണം ആയിട്ടാണ് കേട്ടോ വരിക. ഇതുപോലെ ഒരെണ്ണത്തിൽ മൂടി ഓൾറെഡി ഫിക്സ് ആയിരിക്കും, ഒരെണ്ണത്തിൽ ഇങ്ങനെ ഊരി വെച്ചിട്ടുണ്ടാവും. ഇതിൽ നമുക്ക് ഫ്രിഡ്ജിലൊക്കെ സാധനങ്ങളൊക്കെ വെക്കാൻ നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ രാവിലെ ഫുഡ് കഴിക്കാത്തതുകൊണ്ട് നല്ല ക്ഷീണമാണ്. അപ്പോൾ ഈ പണിയുന്ന സമയത്ത് ഞാൻ അതുപോലെ ജ്യൂസ് പോലെ എന്തെങ്കിലുമാണ് എടുത്ത് കുടിക്കാറ്. ഇതിപ്പോൾ ഞാൻ ഡിസാനോൻ്റെ നമ്മുടെ കോക്കനട്ട് വാട്ടർ ഇല്ലേ, ഇത് ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. ടെൻഡർ കോക്കനട്ടിൻ്റെ വാട്ടറാണ്. നല്ലതാണ് കേട്ടോ. കുടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്നൊരു എനർജിയൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ ജസ്റ്റ് അതൊന്ന് കുടിച്ചതിന് ശേഷം നമ്മുടെ ഈ ബോക്സിലേക്ക് ഞാനിതേ നമ്മുടെ കറിവേപ്പിലയൊക്കെ ഒന്ന് പൊട്ടിച്ച് ഇടാണ്. ഇത് വന്നിട്ട് കറിവേപ്പില നമുക്കിങ്ങനെ പൊട്ടിച്ച് വെക്കുന്ന സമയത്ത് നമുക്ക് ഡ്രൈ ആക്കിയതിന് ശേഷം ഇതുപോലെ ഏതെങ്കിലും ബോക്സിലാക്കി വെക്കുക, അല്ലെങ്കിൽ പൊടിച്ചിട്ട് ആക്കി വെക്കുക. കറിവേപ്പില അതും നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാവുന്നതാണ് അങ്ങനെ ചെയ്യുന്നത് നല്ലത്. കാരണം അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ഭയങ്കരമായിട്ടുള്ള കെമിക്കലൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇത് വീടുകളിൽ നിന്ന് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാനിങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കും. ഇതിപ്പോൾ നമ്മുടെ ഇവിടെ ചെടിയുണ്ട് കേട്ടോ, അതൊന്നും നമുക്ക് പറിക്കാം. അല്ലെങ്കിൽ ആരെങ്കിലും കിട്ടുവാണെങ്കിൽ അങ്ങനെ എടുത്ത് വെക്കും കേട്ടോ. പിന്നെ ഇവിടെ വന്നിട്ട് വിനായക ചതുർത്ഥിയോ അങ്ങനെ എന്തോ അല്ലേ, അപ്പോൾ അതിൻ്റെ ഇതുപോലെയുള്ള ഇതൊക്കെ ഇങ്ങനെ കൊണ്ടുപോകണം കണ്ടപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. ജസ്റ്റ് അതൊന്ന് ഷൂട്ട് ചെയ്തതാണ്. പിന്നെ ഇന്നത്തെ നമ്മുടെ ഉച്ചയ്ക്കിലെ ഫുഡ് എന്ന് പറയുമ്പോൾ ഇതുപോലെ ഇവിടെ ഈ മീനിന് നത്തൽ എന്നാണ് പറയുക. നിങ്ങളുടെ അവിടെ എന്താ പറയുകയെന്ന് അറിയില്ല, ജസ്റ്റ് ഒന്ന് പറയണം. ആ കുഞ്ഞ മീനില്ലത്. പിന്നെ ഉപ്പേരിയായിട്ട് ബീട്രൂട്ടും ആണ്. ഇനി ഇവിടെ എല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കി വെച്ചതിന് ശേഷം കുറേ തുണികൾ അലക്കാനുണ്ടായിരുന്നു. കുറേ തുണി എന്ന് പറയുമ്പോൾ ഇപ്പോൾ അധികം തുണിയൊന്നുമില്ല, എങ്കിലും ഡെയിലി ഇടുന്ന സമയത്ത് 2 വാഷിംഗ് മെഷീനിൽ ഒരു ദിവസം ചിലപ്പോൾ ഡെയിലി ഇടേണ്ടി വരും, യൂണിഫോമൊക്കെ ഉള്ള സമയത്ത്. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു വാഷിംഗ് മെഷീനിൽ ഇടാനുണ്ടാവുള്ളൂ. പിന്നെ അന്നത്തെ കുറേ പണികളൊക്കെ ഉള്ള സമയത്ത് കുറേ തുണികളുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഏകദേശം ഒരാഴ്ച ആയിട്ടുള്ളൂ ആ ഒരു തുണികളുടെ ആ ഒരു കുത്തൊഴുക്കൊന്ന് ഒഴിഞ്ഞ് കിട്ടിയിട്ട് എന്ന് പറയാൻ. അപ്പോഴേക്കും നമ്മുടെ ബേബി എണീറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബേബിനെ എടുത്തിട്ട് അവൾക്കൊന്ന് ഫീഡ് ചെയ്തതിന് ശേഷം നേരത്തെ കുറേ തുണികളുണ്ടായിരുന്നില്ലേ, യൂണിഫോം മടക്കി വെച്ചത് നോക്കിയ സമയത്ത് ചില ഭാഗങ്ങളൊന്നും ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് ഉണക്കാനിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് വന്നിട്ട് വീടിൻ്റെ സൈഡ് വശമാണ് കേട്ടോ. നമ്മൾ ഈ ബെഡിൽ വിരിച്ചിരിക്കുന്ന ബെഡ്ഷീറ്റ്സൊക്കെ ഇൻസ്റ്റഗ്രാം പേജിൽ നമുക്ക് പ്രൊമോഷന് വേണ്ടിയിട്ട് അയച്ചു തരുന്ന പ്രൊഡക്റ്റാണ്. ആർക്കെങ്കിലും അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അതിൽ സ്റ്റോറി ഇട്ടിട്ടുണ്ടാവും. അതിൽ കയറിയിട്ട് അവരേത്ത് ഇത് വാങ്ങിക്കാനായിട്ട് സാധിക്കും. നല്ല ക്വാളിറ്റിയുള്ള നല്ല സംഭവങ്ങളാണ് കേട്ടോ. അപ്പോഴേക്കും ഇതേ നമ്മുടെ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, നമ്മുടെ ചുച്ചുക്കുട്ടിക്കും വേണ്ടിയിട്ടുള്ള ആ ഒരു കട്ടിൽ ബെഡ്, ആ ഒരു സംഭവത്തിൻ്റെ സൈഡ് വശമാണ്. ഞാൻ ഫുള്ളായിട്ട് വ്യൂ ഇതിൽ കാണിച്ചിട്ടില്ല. അത് അപ്പുറത്ത് എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റിയൊരു സാഹചര്യം ആയിരുന്നില്ല. അതുകൊണ്ട് ഈ ഒരു സൈഡ് മാത്രമേ ഞാൻ ജസ്റ്റ് കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് എന്ന് പറയുമ്പോൾ ഇതുപോലെ വാർഡ്രോബ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ സംഭവങ്ങളൊക്കെ ഒന്ന് ഫിക്സ് ചെയ്തെടുക്കുകയാണ്. ഐക്യന്ന് പ്രൊഡക്ട്സ് വാങ്ങുമ്പോൾ ഭയങ്കര സന്തോഷമൊക്കെ തന്നെ ആണെങ്കിലും ഫിക്സ് ചെയ്യുന്നത് ഭയങ്കര തലവേദന പിടിച്ചൊരു സംഭവമാണ് കേട്ടോ. ഈ ഒരു കട്ടിൽ വാർഡ്രോബ് ഷെൽഫ് ഇതൊക്കെ നമ്മൾ ഫിക്സ് ചെയ്യാനും വേണ്ടിയിട്ട് 3 ദിവസം എടുത്തിട്ടുണ്ടായിരുന്നു. നല്ലോണം പാട് കിട്ടും കേട്ടോ.
അപ്പോൾ ഇതേ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ മെയിൻ പരിപാടി എന്ന് പറയുമ്പോൾ ഈ കുട്ടികളുടെ ഡ്രസ്സൊക്കെ ഒന്ന് ഇതുപോലെ അടുക്കി പെറുക്കിയൊക്കെ വെക്കലാണ്. ഇതിൽ മിക്ക ഡ്രസ്സ് എന്ന് പറയുമ്പോൾ ഒരു കുറച്ച് ഡ്രസ്സൊക്കെ ഇതുപോലെ ഇൻസ്റ്റഗ്രാമിൽ നിന്ന് ഇതുപോലെ ഡ്രസ്സൊക്കെ സെയിൽ ചെയ്യുന്ന നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അവരൊക്കെ ഉണ്ടാകും, അവരൊക്കെ അയച്ചു തരുന്ന സംഭവങ്ങളാണ്. മിക്ക സമയത്തും നമ്മൾ കൂടുതലായിട്ട് പെയ്ഡ് പ്രൊമോഷൻസ് ആണ് കേട്ടോ ചെയ്യുന്നത്. ഓപ്പണായിട്ട് പറയാൻ എനിക്ക് മടിയൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പ്രൊമോഷൻ ചെയ്യുന്നതിലൂടെ ഒരുപാട് സെയിൽ അവർക്കും നടക്കും, പിന്നെ നമുക്കും ഇത്രയും നമ്മൾ കഷ്ടപ്പെട്ടിട്ട് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയെടുത്തതല്ലേ. അപ്പോൾ അത് നമ്മുടെ ചെറിയൊരു എമൗണ്ട് നമ്മൾ വാങ്ങാറുണ്ട്. പിന്നെ ഇതേ കുട്ടികളുടെ ഡ്രസ്സൊക്കെ ഒന്ന് അടുക്കി പെറുക്കി എടുത്തേക്കാണ്. ആ വെള്ള ഡ്രസ്സ് വന്നിട്ട് 2 പേജിൽ നിന്ന് കിട്ടിയതാണ്. ഒരെണ്ണം ചുച്ചുക്കുട്ടീൻ്റെയും ഒരെണ്ണം ഇച്ചിലു ബേബീൻ്റെയും ആണ്. ഞാൻ മിക്കവാറും കുട്ടികൾക്ക് ഒരേപോലെ, ഇച്ചു ബേബിക്ക് മാത്രമായിട്ട് ഞാനിപ്പോൾ ഡ്രസ്സ് പ്രൊമോഷൻ വാങ്ങാറില്ല. കാരണം ചുച്ചുക്ക് ഭയങ്കര വിഷമാവും കേട്ടോ. അവൾ എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും അതെന്താ അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇച്ചു ബേബിക്ക് മാത്രം എന്നെ ഇഷ്ടമല്ല എന്നൊക്കെ ഇങ്ങനെ 2-3 പ്രാവശ്യം പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് വിഷമമായി. അപ്പോൾ പിന്നെ ഞാൻ ഒരേപോലെ ഡ്രസ്സുകൾ മിക്ക സമയത്തും നോക്കാറുള്ളത്. ഇത് വന്നിട്ട് ഇച്ചു ബേബീൻ്റെ ഒരു ഡ്രസ്സാണ് കേട്ടോ, ഒരു ഇൻസ്റ്റാ പേജിൽ നിന്ന് അയച്ചതാണ്. പിന്നെ ഇതൊക്കെ അവൾക്ക് ഗിഫ്റ്റ് കിട്ടിയ ഡ്രസ്സുകൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ. പിന്നെ ഞാൻ ഇതുപോലെയുള്ള കുറച്ച് നെറ്റൊക്കെ ആയിട്ടുള്ള ഡ്രസ്സുകൾ അപ്പുറത്ത് വാർഡ്രോബിൽ ഇതാക്കി, എന്നിട്ട് ഇപ്പുറത്ത് വന്നിട്ട് കോട്ടൺ, പിന്നെ പുറത്ത് പോകുന്നത് അങ്ങനെ വെച്ചു. പിന്നെ ഇതൊക്കെ വന്നിട്ട് നമ്മുടെ ടർക്കി അതുപോലത്തെ സംഭവങ്ങളൊക്കെ ഇതുപോലെയുള്ള ബാസ്ക്കറ്റിലാക്കിയിട്ട് ഇതുപോലെ ആക്കി വയ്ക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ബെഡ്റൂം അറേഞ്ച് ചെയ്ത് വെച്ച് വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഐഡിയാസ് ഉണ്ടെങ്കിൽ പറഞ്ഞുതരാൻ വേണ്ടി ഒരുപാട് പേര് ഒരുപാട് ഐഡിയാസൊക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഒത്തിരി യൂസ്ഫുൾ ആയിട്ടുണ്ട്. അതുപോലെ എന്തെങ്കിലുമൊക്കെ പുതിയ പുതിയ ഐഡിയാസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ പറഞ്ഞു തരണം കേട്ടോ. അപ്പോൾ എനിക്ക് എല്ലാ കാര്യവും എനിക്ക് അറിയുമെന്ന് വിചാരിക്കുന്ന ഒരാളല്ല. ഒരുപാട് ചെറിയ ആൾക്കാരിൽ നിന്ന് ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത നല്ല നല്ല ഐഡിയാസൊക്കെ കിട്ടും. അപ്പോൾ അതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സജഷൻസ് ഉണ്ടെങ്കിൽ പറയണേ. പിന്നെ ഈ ഒരു ഡ്രസ്സ് ഭയങ്കരമായിട്ട് എനിക്ക് ഞാനുമായിട്ട് ഒരുപാട് അറ്റാച്ച്മെൻ്റ് ഉള്ളൊരു ഡ്രസ്സാണ്. എന്താണെന്ന് അറിയോ? ഈ ഡ്രസ്സ് ആരാണെന്ന് അറിയുകയാണെങ്കിൽ ഇപ്പോൾ ഒന്ന് കമൻറ്റ് ചെയ്യണേ, എന്നിട്ട് ഞാൻ പറയാം ഇതാരുടെ ഡ്രസ്സാണെന്ന്. ഇത് നമ്മുടെ റനക്കുട്ടിയുടെ ഡ്രസ്സാണ്. അതായത് റനക്കുട്ടിക്ക് 14 വയസ്സ് കഴിഞ്ഞില്ലേ, അപ്പോൾ ഈ 14 വർഷം മുമ്പത്തെ ഡ്രസ്സ് ഞാനിപ്പോഴും സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സാണ്. എന്താണെന്ന് അറിയില്ല. ഞാൻ എന്നിട്ട് ചുച്ചുക്കുട്ടിക്ക് ഒരിക്കൽ ഇട്ട് കൊടുത്തൊരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇച്ചു ബേബിക്ക് എടുത്തൊരു ഫോട്ടോ എടുക്കണം. അത് കഴിഞ്ഞിട്ട് റനക്കുട്ടിക്ക് മോളുണ്ടാകുമ്പോൾ റനക്കുട്ടീൻ്റെ മോൾക്ക് ഇട്ട് കൊടുക്കണം. അങ്ങനെയൊക്കെ വിചാരിച്ച് അങ്ങനെ എടുത്തേക്കുന്നതാണ്. ആ ഒരു ഡ്രസ്സ് മാത്രമാണ് ബാലൻസ് ഉള്ളത് കേട്ടോ. ബാക്കിയൊക്കെ നമ്മൾ ആർക്കെങ്കിലുമൊക്കെ കൊടുത്തു. പിന്നെ അതേ അതിന് ശേഷം ചുച്ചുക്കുട്ടീൻ്റെ ഡ്രസ്സ്, ചുച്ചുക്കുട്ടിക്ക് ഇങ്ങനെ ഇത് വെക്കുമ്പോൾ എവിടെ എൻ്റെ ഡ്രസ്സ്, ബേബിൻ്റെ ഡ്രസ്സുകൾ മാത്രമേ കാണുള്ളൂ എന്നിട്ട് ഇങ്ങനെ ഫയർ ചെയ്തിട്ടിരിക്കുകയായിരുന്നു. പിന്നെ ഇത് ഇതുപോലെയാണ് കേട്ടോ നമ്മൾ മൊത്തത്തിൽ വെച്ചത്. ഒരു ബാസ്ക്കറ്റിൽ കുട്ടീൻ്റെ ക്യാപ്പ് അതുപോലെയുള്ള സംഭവങ്ങൾ, ഹെയർ ആക്സസറീസ് അതുപോലെയുള്ള സംഭവങ്ങൾ വെച്ച്, പിന്നെ അതിനുശേഷം ഒരെണ്ണത്തിൽ ഷെഡി പോലെയുള്ള ചെറിയ ചെറിയ ഐറ്റംസൊക്കെ വെച്ച് താഴെ വെച്ചിട്ടുണ്ട്. ഇനി അതിൽ കുറേ മാറ്റങ്ങളൊക്കെ വരുത്താനുണ്ട്. ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് കാണിച്ചു തന്നു മാത്രമേ ഉള്ളൂ. പിന്നെ അതേ ബാക്കി ടൈം കുട്ടികൾക്കുള്ള ടൈമാണ്. അവരോടെ കുറച്ച് നേരം കളിച്ചൊക്കെ ഇരുന്നു. നല്ല ടയേർഡ് ഉണ്ടായിരുന്നു കേട്ടോ ഇന്നത്തെ ദിവസം. കാരണം ഫുഡ് കഴിക്കാൻ ഞാൻ വിട്ടുപോയി. എപ്പോഴും ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്ന് പറയുമ്പോൾ ഇതുപോലെ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഫുഡ് കഴിക്കില്ല. റനക്കുട്ടി ഉണ്ടാകുമ്പോൾ റനക്കുട്ടി എന്ത് ചെയ്യുന്ന അറിയാം എൻ്റെ വായിൽ കൊണ്ടുവന്ന് വെച്ചുതരും കേട്ടോ. എന്നിട്ട് ഇന്നാൾ ഇതുപോലെ എനിക്ക് വേണ്ടെന്ന് പറയുമ്പോൾ ചെറിയ കുട്ടികളെ കാണിക്കുന്ന പോലെ ദേ അവിടെ ഒരു കാക്ക എന്ന് പറഞ്ഞിട്ട് പറയുകയും ചെയ്തു. ഞാനും പെട്ടെന്ന് അപ്പുറത്ത് നോക്കിയിട്ട് അറിയാതെ വാങ്ങുകയും ചെയ്തു. എനിക്കെന്നെ ആകെ ചമ്മലായിപ്പോയി, ഇതെന്ത് ചെറിയ കുട്ടിക്ക് വാരി തരുന്ന പോലെ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഇത്രയൊക്കെയാണ് നമ്മുടെ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണാൻ ഇൻഷാല്ലാ. ബൈ ബൈ, ടേക്ക് കെയർ. അസ്സലാമു അലൈക്കും.